ഹായ് ഹലോ ഇറ്റ്സ് മീ രഞ്ജിത. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ടു സ്കൂളാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡ്രസ്സ് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ചേച്ചിയുടേതാണ് ഗൈസ് അടിച്ച് മാറ്റുക. സോ ചേച്ചിയുടെ ഡ്രസ്സാണ്, ചേച്ചിയുടെ ഡ്രസ്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല കുഞ്ഞ് സ്റ്റഡുകളാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞ് സ്റ്റഡ് കാതിലിട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റഡുകളാണ് ചെറിയ സ്റ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ വലിയ ഇയറിങ്സ്, ജിംക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാറ് കേട്ടോ. അല്ലാതെ കാഷ്വലായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതാണ് ഇടാറ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഫേസ് ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഫേസ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചേച്ചിയുടെ സാധനങ്ങൾ സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ. ഞാൻ സാധാരണ അത് ഉണ്ടാറില്ല. അപ്പോൾ ചേച്ചിയുടെ മേക്കപ്പ് ബോക്സ്, അവൾക്ക് വർക്കുള്ളതുകൊണ്ട് അവളുടെ മേക്കപ്പ് ബോക്സും കൊണ്ടായിരുന്നു ഗൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് അടിച്ചു മാറ്റിയതാണ്. ചേച്ചി എണീക്കാത്തതുകൊണ്ടും രാവിലെ നല്ല ഉറക്കമായതുകൊണ്ടും ഞാൻ നൈസായിട്ട് അതിൽ നിന്ന് എടുത്താണ് കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ വല്ലാതെ യൂസ് ചെയ്യാറില്ല അതൊന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ക്രീം എടുത്തിട്ട് നല്ലോണം ജസ്റ്റ് ഫേസിൽ ഇട്ട് കൊടുത്തു കേട്ടോ. നാളെ ചേച്ചി പറയാറുണ്ട് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി, നമ്മൾ ഫേസിനൊരു ഗ്ലോ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം കുറച്ചെടുത്തിട്ട് ഫേസിലൊക്കെ ഡോട്ടായിട്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഞാൻ വല്ലാണ്ടൊന്നും അങ്ങനെ തേക്കാത്തതുകൊണ്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ പൗഡറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി കൊടുത്തു. അതിനുശേഷം ചെറിയൊരു ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഇടാറില്ല കേട്ടോ. വെറുതെ കണ്ടപ്പോൾ കുറേ സാധനങ്ങളിപ്പം നമുക്കൊരു ആകാംക്ഷയോട് കൂടി ഞാൻ എന്ത് ചെയ്തു, ചേച്ചിയുടെ ആ കിറ്റിൽ നിന്ന് ഒരു ചെറിയ ഷെയ്ഡൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തു. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ മിററിൽ നോക്കിയിട്ട് കുറച്ച് ചുണ്ടിലിട്ടൊന്ന് കൈ കൊണ്ട് സ്പ്രെഡാക്കി കൊടുത്തു. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ചിട്ടു. അതിനുശേഷം ചുണ്ടിട്ടതിന് ശേഷം നമ്മൾ കണ്ണെഴുതുക. ചേച്ചിയുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനർ കണ്ണിലെഴുതുന്ന സാധനമാണ് കേട്ടോ. അവളുടെ മേക്കപ്പ് സാധനമാണ്, ഫുൾ അവളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ബഡ്സ് യൂസ് ചെയ്തൊന്ന് എഴുതി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ചേച്ചിയുടെ മേക്കപ്പ് സാധനങ്ങളൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഒക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. തുറക്കുന്നതിന് മുന്നുള്ള പോലെ അടച്ചു വെച്ചു കേട്ടോ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഹെയർ കെട്ടുന്നതാണ് കേട്ടോ. ഹെയർ കെട്ടുന്നത് എനിക്ക് ഒരു ടാസ്ക്കാണ്, കാരണം എൻ്റെ മുടി അങ്ങനെ ഇങ്ങനെയൊന്നും നിൽക്കില്ല. അപ്പോൾ ഇത് മൊത്തം ലുക്ക് ഇതാണ്. നമുക്കിനി ഹെയറും കൂടെ കെട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മേലേക്ക് സാറിന് കോമ്പ് ചെയ്യാറില്ല, എന്നങ്ങനെ മേലേക്ക് പിടിച്ച് കെട്ടി കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ കെട്ടിയപ്പം. അമ്മയും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാമെന്നുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന്. കൂടെ ഷാളും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ വീട്ടിലെത്തിയാൽ രാവിലെ ചോറാണ് കഴിക്കാറ്. അപ്പോൾ ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആരടാ അമ്മേൻ്റെ ഫോൺ എടുക്കുന്നു? ആരടാ അമ്മേൻ്റെ ഫോൺ എടുക്കുന്നു? ഇപ്പോൾ വരുന്ന സ്കൂളിലേക്ക് വെച്ചുവാ. അവിടെ LKG ഇരിക്ക. ആ ഓ, നിങ്ങൾ ലീവാക്കല്ലേ? പോരെ. അവിടെ പാർക്കൊക്കെ ഉണ്ട്, പാർക്ക് കളിക്കാം. അന്റെ അവിടെ എന്ത് പാർക്കാണ്? കുഞ്ഞാടിപ്പാലോ? ടാറ്റാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചുറ്റിന് ടാറ്റയൊക്കെ കൊടുത്ത് മേലേക്ക് നടക്കുകയാണ് കേട്ടോ. മേലേക്ക് കുറച്ച് നടന്നിട്ട് അങ്ങാടിയിലെത്തിയിട്ട് കുറച്ച് ബസ് കയറാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ വീടിൻ്റെ മേലെ കൂടെ നടന്നു. അങ്ങനെ ഫൈനലി ബസ്സൊക്കെ കയറി സ്കൂളിലെത്തി പഞ്ച് ചെയ്യാണ് കേട്ടോ. നമുക്ക് പഞ്ചിങ് ഉണ്ട്, പഞ്ചിങ്ങും കൂടെ സൈനും ഉണ്ട്. അപ്പോൾ ആരും എത്തിയിട്ടില്ലായിരുന്നു, നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്. KG ക്ലാസ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് റൂം. അങ്ങനെ സ്റ്റാഫ് റൂമിലെത്തി നമ്മളെ കോട്ട് അടുത്ത പരിപാടിയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കോട്ടാണ്, ബ്ലാക്ക് കളറാണ്. കോട്ടും ടാഗും നമ്മൾ നിർബന്ധമാണ് കേട്ടോ. അവിടെ ഇനിയിപ്പോൾ ഏത് സാരി ആണെങ്കിലും എന്താണെങ്കിലും കോട്ടും ടാഗും നമ്മൾ ഇട്ടിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കോട്ടിട്ട് കൊടുത്തു. കോട്ടിട്ടതിന് ശേഷം ഞാൻ ടാഗും ഇട്ടു. അപ്പോൾ നമ്മളത് ടാഗും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ടു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.